يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ അലഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 1-2 ആയത്തുകളിലാണ് നമ്മുടെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. എവിടെ നിന്ന് സൃഷ്ടിച്ചു? ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്ന് സൃഷ്ടിച്ചു, ചോരക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു. മനുഷ്യ സൃഷ്ടിപ്പ് വലിയ അത്ഭുതമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. വിശദമായി ഈ ക്ലാസ്സിൽ പഠിക്കാം എന്നും പറഞ്ഞിരുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് പ്രധാനമായും 2 വെള്ളവും മണ്ണും. ആദ്യ മനുഷ്യനെ പടച്ചത് മണ്ണിൽ നിന്നാണ്, ആദം നബി അലൈഹിസ്സലാം. നമ്മയൊക്കെ പടച്ചതും മണ്ണിൽ നിന്നാണെന്ന് വെക്കാം. മുഫസ്സിരീങ്ങൾ അത് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം മണ്ണിലുണ്ടായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ബീജവും അതിനു വേണ്ട ഘടകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതും മണ്ണിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാം. ഏതായാലും മണ്ണും വെള്ളവും ഇത് രണ്ടുമാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രധാന ചേരുവകൾ. പല ആയത്തുകളിലും അല്ലാഹു തആല ഈ ഒരു വസ്തുത വിവരിച്ച് കാണിച്ചു തരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ടിട്ടാണ് ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ആളുകളെ പടക്കാനുള്ള മണ്ണെടുത്തത് എന്നൊക്കെ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. മണ്ണിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ വിവിധ രൂപങ്ങൾ, വിവിധ പ്രയോഗങ്ങൾ മണ്ണിനെ കുറിച്ച് അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറയുമ്പോൾ ഒരു ആയത്തിൽ കാണാം തീൻ എന്ന്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. തീൻ, മനുഷ്യ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്ന് തുടങ്ങി. അവിടെ തീൻ എന്നാണ് ഉപയോഗിച്ചത്. തീൻ എന്ന് പറഞ്ഞാൽ കുഴച്ച മണ്ണിനാണ് പറയാം. ഈ സൃഷ്ടിപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഈ പ്രയോഗങ്ങൾ കൊണ്ടൊക്കെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പറഞ്ഞത് തീൻ എന്ന്. മറ്റൊരു ആയത്തിൽ കാണാം, സൂറത്ത് ഹിജ്റിലെ 26-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. അപ്പോൾ അവിടെ അൽ ഹമഉൽ മസ്നൂൻ, ഹമഉൻ മസ്നൂൻ എന്നാണ് മണ്ണിനെ കുറിച്ച് അവിടെ പ്രയോഗിച്ചത്. ആ മണ്ണിൻ്റെ പ്രത്യേകത എന്താ? ചൂടാക്കിയിട്ട് കറുത്ത കളർ വന്ന മണ്ണ് ചൂടാക്കിയിട്ട്. അപ്പോൾ ആദ്യം മണ്ണ് കുഴച്ചു, അത് തീന്. രണ്ടാമത് ഹമഉൻ മസ്നൂൻ, അത് ചൂടാക്കിയിട്ട് കറുത്തത്. മറ്റൊരു ആയത്തിൽ കാണാം, സൂറത്തുർ റഹ്മാനിലെ ആയത്തിൽ കാണാം, ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ. ഇവിടെ മണ്ണിന് പ്രയോഗിച്ചത് സ്വൽസാൽ എന്നാണ്. സ്വൽസാൽ, ഖലഖൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചു, മിൻ സ്വൽസാലിൻ കൽ ഫഖാർ. അവിടെ മണ്ണിനെ കുറിച്ച് പ്രയോഗിച്ച പ്രയോഗമാണ് സ്വൽസാൽ. അതേതാ മണ്ണ്? മണ്ണ് ഉണക്കിയാൽ പിന്നെ ആ മണ്ണിൽ മുട്ടിയാൽ ശബ്ദമുണ്ടാവുന്ന ഒരവസ്ഥ വരൂലേ, അപ്പോഴാണ് അതിന് സ്വൽസാൽ എന്ന് പറയാം. നമ്മൾ മൺകലത്തിലൊക്കെ മുട്ടിയാൽ. അപ്പോൾ ആദ്യം തീന്, മണ്ണ് കുഴച്ചു, പിന്നെ ഹമഉൻ മസ്നൂൻ ചൂടാക്കി അത് കറുപ്പിച്ചു, പിന്നെ അതെന്തായി മാറും? സ്വൽസാലായി മാറും. അത് മുട്ടിയാൽ ഒച്ച ഉണ്ടാകുന്ന രൂപത്തിലാവും. അതിനുശേഷമാണ് പിന്നെ റൂഹ് ഊതിയത് എന്ന് സൂറത്ത് സ്വാദിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം മണ്ണ് കുഴഞ്ഞതായിരുന്നു, പിന്നെ അത് ഉണക്കി ഉറപ്പിച്ച് ചൂടാക്കി, അല്ലേ, അത് ആ ഒരു പരുവത്തിലാക്കി, പിന്നെ റൂഹ് ഊതി. മരിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. നമ്മളുടെ മനസ്സിലാക്കേണ്ട സംഗതി അതുകൂടെയാണ്. മരിക്കുമ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മുടെ ജീവൻ പോകുന്ന സമയത്ത്, റൂഹ് പോകുന്ന സമയത്ത് കുറച്ച് നേരം എന്താവും? ശരീരം നന്നായിട്ട് ബലം വെച്ച് നിൽക്കും, അല്ലേ. പിന്നെന്താവും? ശരീരം കരുവാളിക്കും. പിന്നെ അത് പറ്റേ കുഴഞ്ഞ് മണ്ണിൽ ചേരുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനിയും ഇതുപോലെ മനുഷ്യൻ ഉയർത്തി എഴുന്നേൽക്കും. അതൊന്നും വിശ്വസിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവേണ്ടതില്ല. പുനർജന്മം ഉറപ്പാണ്. നമ്മൾ
വീട് വെക്കുന്നത് പോലെയാണ്. വീട് വെക്കുമ്പോൾ ആദ്യം നമ്മൾ തറ കെട്ടും, എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ അതിൻ്റെ ചുമരുകളും കാര്യങ്ങളും പിന്നെ അങ്ങനെ പൂർത്തിയാക്കലാണ്. വീട് പൊളിക്കുന്ന സമയത്തോ അവസാനമാണ് തറ പൊളിക്കുക, അല്ലേ? നേരെ ഓപ്പോസിറ്റാണ്. എന്നതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മൂന്നാമത്തെ ആയത്തിലാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇഖ്റ വറബ്ബുക്കൽ അക്രം. വീണ്ടും വായിക്കാൻ വേണ്ടി പറയാണ്. ഇഖ്റ, നബി അങ്ങ് വായിക്കുക. വറബ്ബുക, അങ്ങയുടെ രക്ഷിതാവ്, അൽ അക്രമു, അത്യുദാരനാകുന്നു, വലിയ മാന്യനാകുന്നു അങ്ങയുടെ രക്ഷിതാവ്. അക്രം, കരീം എന്നല്ല പറഞ്ഞത്, അക്രം എന്നാണ് പറഞ്ഞത്. വളരെയധികം ഔദാര്യമുള്ളവനാണ്, വളരെയധികം മാന്യനാണ്, അത്യുദാരനാണ് അങ്ങയുടെ രക്ഷിതാവ്. ആ രക്ഷിതാവിൻ്റെ നാമത്തിൽ ഇഖ്റ എന്ന് വായിക്കൂ നബിയെ. ഓതുവാൻ ഒരിക്കൽ കൂടി കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അളവറ്റ ഔദാര്യത്തെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ ആയത്ത്. അള്ളാഹു വലിയ ഔദാര്യവാനാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അക്രമാണ് അള്ളാഹു തആല. അക്രമാണ് എന്നത് സ്പഷ്ടമായി ഒരു സംശയത്തിനും ഇടയില്ലാതെ നമുക്ക് മനസ്സിലാകും നമ്മൾ കൃത്യമായി ചിന്തിച്ചാൽ. അള്ളാഹു തആല നമ്മളോട് എത്രമാത്രം ഔദാര്യമാണ് കാണിക്കുന്നത്, എത്രമാത്രം സ്നേഹമാണ് നമ്മളോട് സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുന്നതിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. നമ്മളെ നന്നായി പടച്ചു പരിപാലിക്കുന്നു എന്ന് മാത്രമല്ല, ചെയ്യുന്നതിനൊക്കെ എമ്പാടും കൂലി തരാണ് ഔദാര്യമായിട്ട്. അള്ളാഹു തആല നമ്മളെ പടച്ചു പരിപാലിച്ചു, അല്ലേ? ചെറുപ്പം മുതൽ എല്ലാം ഉമ്മാൻ്റെ ഗർഭാശയത്തിലൊക്കെ നമ്മളെ കൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ നടക്കുന്നുണ്ടോ? അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് അള്ളാഹുവാണ്. ഒരു ഇടപെടലും നടക്കണില്ല. കൃത്യമായി മുഴുവൻ അള്ളാഹു എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഉണ്ടാക്കി പുറത്തെത്തിച്ച് തന്ന് വീണ്ടും നമ്മൾ വളർത്തി വലുതാക്കി അങ്ങനെ അങ്ങോട്ട് പരിപാലിക്കുന്നു എന്നതിനപ്പുറം നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും അള്ളാഹു തആല നമുക്ക് കൂലി തരാണ് ഔദാര്യമായിട്ട്. സത്യത്തിൽ കൂലി തരേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളല്ലേ? അടിമകൾക്ക് എവിടെയെങ്കിലും ഉടമകൾ കൂലി കൊടുത്ത ചരിത്രമുണ്ടോ? അടിമകൾക്ക് ആരെങ്കിലും കൂലി കൊടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഇബാദാണ്, നമ്മൾ അടിമകളായിട്ട് പോലും അള്ളാഹു തആല നമുക്ക് കൂലി തരാണ്. സുബ്ഹാനല്ലാഹ്, അത് എത്ര വലിയൊരു ഔദാര്യമാണ്. നല്ലൊരു കാര്യം ചെയ്യാൻ കരുതിയാൽ മതി, അതിന് കൂലിയാണ്. നല്ലൊരു കാര്യം ചെയ്യേണ്ടതില്ല, ചെയ്യാൻ കരുതിയാൽ തന്നെ അള്ളാഹു തആല കൂലി തരാണ്. മേറാജിൻ്റെ രാവിലെ 2 സമ്മാനം കിട്ടിയതിൽ ഒന്ന് ഇതായിരുന്നു. നമ്മൾ മുമ്പ് ആ വിഷയം പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ഞാൻ ആ ഭാഗം വിടുകയാണ്. മേറാജിൻ്റെ അന്ന് 2 സമ്മാനങ്ങൾ കിട്ടിയിരുന്നല്ലോ, നിസ്കാരവും മറ്റൊന്ന് ഇതുമായിരുന്നു എന്നാണ്. ഏത്? നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ആരും ഒരു നന്മ ചെയ്യാൻ കരുതിയാൽ തന്നെ അള്ളാഹു തആല അതിനൊരു ഹസനത്ത് രേഖപ്പെടുത്തി വെക്കും. ആ ചെയ്യാൻ കരുതിയെന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല നോക്കുക, എന്നാൽ ആ എഴുതിയത് വായിക്കൊന്നുമില്ല. അള്ളാഹു തആല അത്ര വലിയ പിശുക്കനൊന്നുമല്ല. അള്ളാഹു തആല അത് രേഖപ്പെടുത്തി വെക്കും. സുബ്ഹാനല്ലാഹ് വറബ്ബുക്കൽ അക്രം. അള്ളാഹു അക്രമായ തമ്പുരാനാണ്, അത്യുദാരനായ റബ്ബാണ്. പിശുക്കുന്ന ആൾക്കാരൊക്കെ നമ്മളല്ലേ? നമ്മൾ ആ ക്വാളിറ്റി സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് മനുഷ്യന്മാർ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം, ആ ക്വാളിറ്റി, ആ ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അള്ളാഹു തആല ഹസനാത്തുകളെയും സയ്യിആത്തുകളെയും നിശ്ചയിച്ചു. ഇന്നത് നന്മയാണ്, ഇന്നത് തിന്മയാണ് എന്നൊക്കെ നിശ്ചയിച്ചിട്ട് അള്ളാഹു തആല അത് കൃത്യമായി വിവരിച്ചു തന്നു. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യാൻ കരുതിയാൽ അതുപോലെ ഒരു നന്മ, ഒരു പരിപൂർണ നന്മയായി അള്ളാഹു തആല അത് എഴുതി വെക്കും. അത് ചെയ്താലോ അള്ളാഹു തആല അതിന് 1-ന് 10 എന്ന കണക്കിൽ പ്രതിഫലം തരും. 10 എന്നത് മിനിമമാണ്. ഇലാ 700 ളിഅഫിൻ ഇലാ അൾആഫിൻ കസീറ, ഇലാ 700 ളിഅഫിൻ ഇലാ അൾആഫിൻ കസീറ. 700 ഇരട്ടി വരെ, അതിലേറെ 7000 ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും ഇരട്ടി പ്രതിഫലം അള്ളാഹു തആല ആ ചെയ്ത നന്മക്ക് തരും. ആ നന്മ ചെയ്താൽ, ചെയ്യാൻ കരുതുക മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ ഒരു പരിപൂർണ നന്മയായി അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. ഹദീസിലുള്ളതാണ് ഞാൻ വായിക്കുന്നത്. വല്ലാത്തൊരു ഓഫറാണല്ലേ? എന്തൊരു ഓഫറാണ്! 1 എടുത്ത 10. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഓഫർ കിട്ടുമോ? 1 എടുത്ത 10. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 ഹസനത്ത് മിനിമം. 30 അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അലിഫ് എന്ന് പറയാൻ നമ്മൾ എത്ര ഉപയോഗിച്ചു? ആ ലീഫ് 3 വട്ടം പറഞ്ഞില്ലേ? അപ്പോൾ ഓരോന്നിനും 30 തോന്നില്ലേ? അപ്പോൾ ഒന്നിന് തന്നെ 90 ആയി എന്നാ. സുബ്ഹാനല്ലാഹ്. അലിഫ് ലാം മീം 3 അങ്ങനെ തന്നെ.
ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ വക 10 സ്വലാത്ത് ചൊല്ലുകയാണ്. 10 നന്മ നമുക്ക് രേഖപ്പെടുത്തുകയാണ്. അള്ളാഹിൻ്റെ വക, അതാണ് അതിലെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ വക 10 ഗുണം 10 സ്വലാത്ത് 10 നന്മ നമ്മൾക്ക് കിട്ടുകയാണ്. എങ്ങനെയാണ് അള്ളാഹു തആല ഔദാര്യവാനല്ല എന്ന് പറയാം? വറബ്ബുക്കൽ അക്രം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അക്രമുൽ അക്രമീനാണ്, അജ്വദുൽ അജ്വദീനാണ്. സർവ്വ ഔദാര്യം ചെയ്യുന്ന ആളുകളെക്കാൾ ഔദാര്യവാനാണ് അള്ളാഹു തആല. ഈ കൊടുക്കുക എന്ന് പറഞ്ഞതേ കൊടുതിക്കാരൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാറൂലേ. 1 കോടി റുപ്യ, കോടിക്കണക്കിന് മുതൽ ആസ്തിയുള്ള ഒരാൾ സംഭാവന കൊടുക്കുമ്പോൾ 50 റുപ്യ 100 റുപ്യ കൊടുക്കുമോ? ഇല്ലല്ലോ. അയാളെ വലിപ്പത്തിനനുസരിച്ച് അയാൾ കൊടുക്കുക. ഈ സർവ്വ പ്രപഞ്ചങ്ങളെയും അധിപനായ ഉടമസ്ഥനായ അള്ളാഹു തആല കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വലിപ്പത്തിനനുസരിച്ചല്ല കൊടുക്കുക. അള്ളാഹു നമുക്ക് വാരിക്കോരി തരാണ്. ഒരു സ്വലാത്തിന് അള്ളാഹിൻ്റെ വക 10 എണ്ണം. ഒരു എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു അലിഫ് മൊഴിഞ്ഞാൽ 10 ഹസനത്ത് നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് പ്രതിഫലം. ഒരൊറ്റ രാത്രി ഇബാദത്തിന് 83 വർഷം ഇബാദത്ത് ചെയ്ത കൂലി. നമ്മൾ കഴിഞ്ഞ സൂറ പഠിച്ചല്ലോ, ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഒരു രാത്രി ഇബാദത്ത് ചെയ്താൽ 83 വർഷം ഇബാദത്ത് ചെയ്ത കൂലി. അള്ളാഹുവിൻ്റെ ഔദാര്യം നോക്കണം നമ്മൾ. വറബ്ബുക്കൽ അക്രം. മുടി വാർന്നാൽ പോലും കൂലി തരണം അള്ളാഹു തആല. മുടി വാരുമ്പോൾ അതൊരു സുന്നത്താണ് എന്ന് കരുതിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ, തങ്ങൾ ചെയ്തിരുന്നതാണല്ലോ എന്ന് കരുതി ചെയ്താൽ അതിന് പ്രതിഫലം 10 ഹസനത്ത് മിനിമം. നഖം വെട്ടിയാൽ പ്രതിഫലമാണ്. ഹദീസിലുണ്ടല്ലോ, മൻ കാന ലഹു ഷഅറുൻ ഫൽയുക്രിംഹു. ആർക്കെങ്കിലും മുടി ഉണ്ടെങ്കിൽ ആ മുടി നല്ല എനിക്ക് കൊണ്ടു കിടക്കട്ടെ. അപ്പോൾ ആ പറഞ്ഞതനുസരിച്ച് ഞാൻ മുടി ചെയ്യുകയാണെന്ന് കരുതിയാൽ പ്രതിഫലമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണെന്ന് കരുതി നഖം വെട്ടിയാൽ പ്രതിഫലമാണ്. അത് ഇബാദത്താണ്. അതൊക്കെ പോട്ടെ, നോക്കുകൂലി വരെ അള്ളാഹു തആല നമുക്ക് തരുന്നുണ്ട്. നോക്കുകൂലി പറഞ്ഞാൽ നമുക്കറിയില്ലേ? നോക്കിയാൽ വരെ കൂലി തരണം. 5 സംഗതികൾ, 5 കാര്യങ്ങൾ 5 എണ്ണം നോക്കിയിരുന്നാൽ മാത്രം കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നും ചെയ്യേണ്ടതില്ല, വെറുതെ അങ്ങനെ നോക്കിയിരുന്നാൽ മതി. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും ഒന്നാമതായി പരിശുദ്ധ കഅബ ശരീഫ്. കഅബ വെറുതെ നോക്കിയിരുന്നാൽ പ്രതിഫലമാണ്. ഒന്നും ചെയ്യണമെന്നില്ല, വെറുതെ നോക്കിയിരുന്നാൽ മതി, അള്ളാഹു തആല കൂലി തരും. അതുപോലെ തന്നെ മാഉ സംസം, സംസം വെള്ളം നോക്കിയാൽ കൂലിയാണ്. കുടിച്ചാൽ പിന്നെ അതിൻ്റെ പ്രത്യേകത വേറെ ഒരുപാടുണ്ടല്ലോ, നമുക്കറിയാം. അതുപോലെ തന്നെ മൂന്നാമതായി നോക്കിയാൽ കൂലിയുള്ള സംഗതി മാ കുതിബ ഫീഹിൽ ഖുർആനു. ഖുർആൻ എഴുതപ്പെട്ട എന്തും, മുസ്ഹഫാവട്ടെ, അതൊരു ബോർഡാവട്ടെ, മൊബൈലിൻ്റെ ഡിസ്പ്ലേ ആവട്ടെ, എന്തായാലും ശരി, മുസ്ഹഫ് എഴുതപ്പെട്ട എന്ത് സാധനവും അത് നോക്കിയിരിക്കൽ കൂലിയുള്ള സംഗതിയാണ്. 4ാമത് നോക്കിയാൽ കൂലിയുള്ളത് വജ്ഹുൽ അബവൈനി, ഉമ്മയുടെയും ഉപ്പയുടെയും മുഖമാണ്. നമ്മളെല്ലാവരും ഉമ്മയുടെ മുഖമാണ് പറയാറുള്ളത്, ഉപ്പയുടെ മുഖവും അതിൽ പെടും. 2 പേരുടെയും മുഖത്തേക്ക് നോക്കിയാൽ പ്രതിഫലമുള്ള സംഗതിയാണ്. 5ാമതായി ഇലാ വജ്ഹി ആലിമിൻ, നല്ല അള്ളാഹുവിനെ പേടിയുള്ള പാണ്ഡിത്യമുള്ള ഒരു ആലിമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതും പ്രതിഫലാർഹമായ കാര്യമാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, വെറുതെ നോക്കിയിരുന്നാൽ അള്ളാഹുവിൻ്റെ അടിമകളായ നമുക്ക് കൂലി വാരിക്കോരി തരാൻ. തെറ്റുകൾ പുറത്തു തരുന്ന കാര്യത്തിലാണ് വല്ലാത്ത ഔദാര്യം. റബ്ബുക്കൽ അക്രം. തെറ്റുകൾ പുറത്തു തരുന്ന കാര്യത്തിൽ വല്ലാത്ത ഔദാര്യമാണ് അള്ളാഹു തആല. ഒരൊറ്റ ആമീൻ കൊണ്ട് ചെറിയ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു തരാണ്. ഒരൊറ്റ ആമീൻ. ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയില്ലേ? അതേതാ ആമീൻ? പള്ളിയിൽ ആണുങ്ങൾ ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു. ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയണേ. എന്താ ഒപ്പം തന്നെ പറയണമെന്ന് പറയാൻ കാരണം? ഫഇന്നഹു, കാരണം മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായികത്തി, ആരെങ്കിലും ആമീൻ മലായികത്തിന്റെ ആമീനുമായി ഒന്നിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ തെറ്റുകളൊക്കെ മുൻകഴിഞ്ഞ ചെറു തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. എന്താ മലായികത്തിന്റെ ആമീനോട് യോജിച്ചു വരിക എന്ന് പറഞ്ഞാൽ, മലായികത്ത് പള്ളിയിൽ സന്നിഹിതരായിരിക്കും. അപ്പോൾ ഇമാം ഫാത്തിഹ ഓതിയിട്ട് ഇമാം എപ്പോഴാണോ ആമീൻ എന്ന് പറയുന്നത്, ഇമാമിന്റെ ആമീനോട് കൂടെയാണ് മലായികത്ത് ആമീൻ പറയാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇമാം ആമീൻ പറയുമ്പോൾ കൂടെ തന്നെ പറയാൻ ശ്രദ്ധിക്കണേ. ഫാത്തിഹ ഓതി കഴിഞ്ഞ ഉടനെ ഒരു ആവേശത്തിൽ ചാടിയിട്ട് ആമീൻ എന്ന് പറയല്ല ചെയ്യേണ്ടത്. വെയിറ്റ് ചെയ്തിട്ട് ഇമാം പറയുന്നതിനോട് കൂടെ എന്ത് ചെയ്യുക? നമ്മളും ആമീൻ പറയാ. അപ്പോൾ ഇമാമിൻ്റെയും നമ്മുടെയും മലായികത്തിൻ്റെയും ആമീൻ ഒന്നിച്ചു വരും. ഇങ്ങനെ വന്നാൽ നമ്മുടെ കഴിഞ്ഞുപോയ ചെറുപാപങ്ങളൊക്കെ പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. സാന്ദർഭികമായി പറയട്ടെ, ഇമാമിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം ഈ വിഷയം. ഈ ഹദീസിൻ്റെ ഒക്കെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് അവർ ഫാത്തിഹയുടെ ശേഷം ആമീൻ കുറച്ച് ഉറക്കെ അവർ കേൾക്കുന്ന രൂപത്തിൽ പറയുകയും വേണം.
തെറ്റുകൾ പുറത്തു വരണം. റബ്ബുക്കൽ അക്രം, എന്തൊരു ഔദാര്യമാണ്. അല്ലാത്ത ഓഫറാണ് അല്ലേ? ഓഫർ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. ഓഫർ എന്ന് പറഞ്ഞാൽ ഇതിനല്ലേ ഓഫർ എന്ന് പറയാം. കടലിലെ നുരകളുടെ അത്ര തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തേ വേണ്ടുള്ളൂ? 33 സുബ്ഹാനല്ലാഹ്, അള്ളാഹു തആല പുറത്തു വരും. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മിസ്ല സബദിൽ ബഹരി, കടലിലെ നുരയുടെ അത്ര തെറ്റുകൾ ഉണ്ടെങ്കിലും ചെറിയ തെറ്റുകൾ അള്ളാഹു തആല പുറത്ത് മാപ്പാക്കി തരും. അതല്ലെങ്കിൽ വളരെ ചെറിയ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് പറഞ്ഞ ചെറിയൊരു ദിക്ർ 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കഴിഞ്ഞ ചെറിയ തെറ്റുകളൊക്കെ അള്ളാഹു തആല പുറത്ത് മാപ്പാക്കി തരും. എന്തൊരു ഔദാര്യമാണ്. ചോദിച്ചാൽ എന്തെങ്കിലും തരാതെ മടക്കാത്ത അള്ളാഹു തആല, എന്തെങ്കിലും തരാതെ അള്ളാഹു മടക്കൂല. അത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുക, എങ്ങനെ വേണമെങ്കിലും ചോദിക്കുക, എത്ര വേണമെങ്കിലും ചോദിക്കുക. എന്തേ ഇന്നലെ വന്ന് നീ പറയാതിരുന്നത് എന്ന് അള്ളാഹു തആല ചോദിക്കൂല. അതായത് ഇന്നലെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വകുപ്പ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയലോ ആളുകളോട്, അല്ല ഇന്നലെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ 5000 റുപ്യ ചോദിച്ചാൽ ഇന്നലെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വകുപ്പ് ഉണ്ടാക്കായിരുന്നു, ഇന്നിപ്പോൾ അല്ല എന്നാ പറയാം. അള്ളാഹു തആല അങ്ങനെ പറയില്ല. എന്താ ഇന്നലെ എന്നോട് ചോദിച്ചില്ല എന്ന് പറയില്ല. എപ്പോൾ വേണമെങ്കിലും ചോദിക്കുക, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിക്കുക, ഒരു മടുപ്പില്ല. എന്തെങ്കിലും തരാതെ മടക്കൂല അള്ളാഹു തആല. നമ്മൾ പഠിച്ചല്ലോ, പൂജ്യം വട്ടപൂജ്യമായിട്ട് കയ്യിനെ മടക്കൽ അള്ളാഹുവിന് നാണമാണ്. അങ്ങനെ മടക്കാൻ അള്ളാഹു തആല അങ്ങനെ ചെയ്യൂല. അപ്പോൾ മടുപ്പ് കാണിക്കാത്ത, ചോദിച്ചാൽ മടക്കാത്ത അള്ളാഹു തആല വറബ്ബുക്കൽ അക്രം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.